പ്രിയ സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാഗമൺ കുരിശുമല യാത്രയും കുരിശിൻ്റെ വഴിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുവഴിയായി ദൈവാനുഗ്രഹവും നല്ലൊരു യാത്രാനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മറക്കരുത്, യഥാർത്ഥ യാത്രാനുഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിത്യനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ കരയടിക്കുവാൻ മനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ കരയടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താവിനെ കുറിച്ച് ഭവിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ ലഭിക്കുന്നു. സത്യത്തിലേക്കുള്ള വഴി തിരക്കുള്ളതും വാതിലിടുകീതമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ളവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിലൊട്ടി പിടിച്ച വസ്ത്രങ്ങൾ,
വച്ചിരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ദേശത്തെ കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ എന്റെ ഹൃദയത്തിൽ പരമേശ്വരനേ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശ് അങ്ങയോട് അപേക്ഷിച്ചു. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് അവിടെ മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യോദാസ് അവിടുത്തെ ഒറ്റപ്പെടുന്നു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ബലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഓസാന പാടിയവരെന്നവരിൽ നിന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാൻ ഒരാശ്വാസമാക്കി പറയുവാൻ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേരത്തെ വഴിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലിയവരെയും ഭാരം ചുമന്നവരെയും ആശ്വസിപ്പിക്കുന്ന താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ
മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ അവിടുന്ന് മുഖം കൊത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തം വലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് വീണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. Amen.
നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേക്ക് പിതാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അധോലോകത്തെ രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വെങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് പരിശുദ്ധനായ യേശുവോ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ ഒഴുകുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമ്പരത്തിൽ വഴിക്കരുതിൽ രക്ഷിതാവേ, സകലത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സദസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മയുടെ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുഖമേ, എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുകൊള്ളണമേ. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേക്ക് പിതാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അധോലോകത്തെ രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോട് കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയെന്ന് യൂതന്മാർ പറയുന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഗൗരീകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെ ക്ലോപ്പോസിന്റെ പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശ്
മറിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങനോട് ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാൻ ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹപ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥത്തിന്റെ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവം തന്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവം തുടച്ചു. എന്നോട് സഹകരിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അന്നരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹകരിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ
തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായ പീഠത്തിൽ വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ മൊഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിനെ നിറവേറ്റാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെന്ന ചുമന്ന മിശിഹായെ അങ്ങേ ആശീർവദിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ കൈയിലേക്ക് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഈശോ മിശിഹ മുസ്ലിംകളിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർ തന്നെ തോന്നി. ഞായറാഴ്ച ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈനികോപുകളും ജൈവഴികളും അവർ കണ്ണുനീർ വാർത്ത കഴിഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ഓർത്ത് കരയുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസലേം ആക്രമിക്കപ്പെടും. അവരുടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം വളർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സംഗീതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ കാരണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോട് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മുന്നോട്ട് നീങ്ങുവാൻ അവിടുത്തേക്ക് ശക്തിയില്ല. രക്തമെല്ലാം തീരായി തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് നിലപതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലിപൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ
ശമൂവേലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന ഇതിനു മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. ദിവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഗാംഗുൽത്തായെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് നീറ കലർത്തിയ വീതി കൊടുത്തു. എന്നാൽ അവിടുന്ന് അവർ സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലേക്ക് തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു. എന്റെ മേലയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച ഋഷിയായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്തതിന് ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അഗ്രഹങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായുള്ള അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിനല്ലാത്തതിന് ലോകം അങ്ങേ ഉപേക്ഷിച്ചു. യജമാനേക്കാൾ വലിയ കൃത്യമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Praise the Lord.
ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവ് മറ്റു സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകനെന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനിലും 3 മണി വരെ ഭൂമിയിലും അന്ധകാരമായിരുന്നു. ദൈവാലയത്തിൽ തിരശ്ശീല നടുവേക്ക് പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപനെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിൽക്കുന്നവർ മാറുതടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുഖമാറുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് പൊങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഈശോ
അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് സാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ സാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറക്കപ്പെട്ടവരുടെ കണക്കാലുകൾ തകർത്ത് ശരീരം താഴെ കിടക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണക്കാലുകൾ തകർത്തു. ഈശോ പണ്ട് മരിച്ചു കഴിഞ്ഞതിനാൽ അവിടുത്തെ കണക്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ മുന്നുകൊണ്ട് അവിടുത്തെ നാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറങ്ങി അവർ മാതാവിന്റെ പടിയിൽ കിടത്തി. ഏറ്റവും ആഗ്രഹിയായ മാതാവേ, അങ്ങേ വത്സരപുത്രൻ പടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അങ്ങ് യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കൈയെടുത്തത് മുതൽ ഗാഗുൽത്താവിലുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിതത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ പാപികളുടെ കുറവുകൾ എന്റെ ഹൃദയത്തിൽ വലിച്ചെറിയണമേ. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളുടെ കൂട്ടുകാരാകുന്നു. എന്തുകൊണ്ട് നാം വിശുദ്ധ അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 നാളുകളോളം സുഹൃത്തുക്കളുമായി നിത്യദേവോത്സവം അയാളുടെ കൂടെ പങ്കിരുന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകൾ പരിമളദ്രവ്യങ്ങൾ കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ നിറച്ചത് ഒരു തോട്ടവും
അവിടെ ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു. ശാബത്ത് ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ എഴുതി പോകാൻ അനുവദിക്കുകയില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പ്രാർത്ഥനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്നിലേക്ക് പരിശുദ്ധീകരിക്കണമേ. സമാധാന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രക്ഷിക്കുവാൻ സ്വയം ക്രിസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ തുറക്കുകയും ഞങ്ങളോട് രക്ഷപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ താങ്കളുമായി ചിന്തത്തിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിൽ വരുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാരവിധിയെ ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അങ്ങേ പ്രിയപ്പെട്ടവരാളുകളാൽ തറയ്ക്കപ്പെടുകയും തുണ്ടത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ വീടുകൾ ധാരാളമാകിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷകത്തെ പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ
ഗംഭീരമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനസ്സാപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവൻ, എല്ലാ ജനപതിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായ പാപം ചെയ്തുപോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാണ് എന്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കിയതാണ്. സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദങ്ങളെ സഹായിക്കണം. പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നതും ഏത് പാപം ചെയ്യുന്നതും ദൃഢമായ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നമ്മൾ വാഗമണ്ണിൽ വന്നപ്പം ബൈബിളിനെ പറ്റി അഗാധമായ പാണ്ഡിത്യമുള്ള നല്ല പാണ്ഡിത്യമുള്ള മെത്രാൻ കുഞ്ഞ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. കോവിഡ് ബാധിച്ചുകൊണ്ട് അടച്ചിട്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച തുറന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരിപ്പം വന്ന് തുടങ്ങുന്നതുള്ളൂ. ഇനിയിപ്പം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ആവുന്നതിന് ഭയങ്കര ആൾ വരും. അന്നേരം ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ദുഃഖവെള്ളിയാഴ്ച അല്ലേ? എങ്ങനെയാണെന്നൊരു തീരുമാനം കോവിഡ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ എന്നാലും കുർബാന ഉണ്ടാവും. വെള്ളിയാഴ്ചയിലെ കുർബാനയുണ്ട്. 10 മണിക്കത്തെ കുർബാന ഉണ്ടാവും. 10 മണിക്കുണ്ട്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പ്രത്യേക പരിപാടികളുണ്ടല്ലോ. ഉണ്ട്. അന്ന് നേരത്തെ ഈ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ കഞ്ഞി നടക്കുമോ നേർച്ച കഞ്ഞി നടക്കുമോന്ന് അറിയത്തില്ല. ഒന്നും പറയാറായിട്ടില്ല. കാരണം അതിന്റെ സാഹചര്യമെല്ലാം ഇനി നോക്കണം. കാരണം ഈ കൂടുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രോഗം പകരുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിന്റെ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടക്കും. നമ്മൾ അടച്ചിട്ടിട്ട് പിന്നെ ഇപ്പൊ തുറന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം വരവിന്റെ ഒക്കെ ഒന്നൊരു കൂടുതൽ നമുക്ക് പറയാം. പിന്നെ ചില ദിവസങ്ങളിൽ കൂടുതൽ വരും. പിന്നെ നോയമ്പ് കാലം ആയതുകൊണ്ട് ആള് വരും. കുരിശിന്റെ അങ്ങനെ ഒത്തിരി അകലെ പോകാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തോ പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ മനുഷ്യന് ഇതുമായിട്ടൊന്ന് യോജിച്ച് വരുന്നുണ്ടോ? ഉണ്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മനുഷ്യന്റെ കർമ്മദോഷം തന്നെയാണ്. അതെ വ്യക്തമായിട്ട് തന്നെ പറയാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് സമൂഹത്തിലെല്ലാം ഓരോരുത്തർക്ക് സത്യം അറിയത്തില്ല. സത്യം പഠിപ്പിച്ചില്ല. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരുവിധക്കാരും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബൈബിള് നന്നായിട്ട് പഠിക്കുന്നില്ല. അതാ കുഴപ്പം. ബൈബിള് നന്നായിട്ട് പഠിക്കുന്നില്ല. പഠിപ്പിക്കുന്നുമില്ല. ഇല്ല. എല്ലാരും ഈ ഓളം വെച്ചുള്ള പ്രാർത്ഥന പരിപാടികളാക്കി. പക്ഷെ അതുകൊണ്ടായി ദോഷങ്ങൾ മുഴുവൻ സംഭവിച്ചത്. കാരണം ഈ പുസ്തകം ഞാൻ പഠിക്കാൻ നേരിട്ട് 60 വർഷം കഴിഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യമായിട്ട് തന്നെ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് പറ്റിയത് ഓർഡർ എന്താണെന്നറിയോ? ഒറിജിനൽ സത്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഇന്ന് തെറ്റുപറ്റി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ശരിയായ രീതിയിലുള്ള പഠനം നടത്തണമെന്ന് കാശനായിട്ട് ഞാൻ പറയും. അതിന് ഞാൻ അതുകൊണ്ട് അവസാനം ഇവിടെ കുറച്ച് മഹാന്മാര് കൂടി പറഞ്ഞാലറിയോ? നിങ്ങൾ ഏതായാലും ഇതിന് വന്നതല്ല, കാണിച്ചു തരാം. ഞാൻ അതുപോലുള്ള ആൾക്കാരെ കാണിക്കൂ. ശകലം സമയമുണ്ടെങ്കിൽ ഇത് കാലത്തും വായിച്ചു നോക്കും. ഞാൻ
എതിർത്ത് നേതാവെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. ഓ ചേട്ടായുടെ അല്ലേ ഇത്? അതെ, അതെ. പത്രങ്ങളിൽ അത്യാവശ്യമുള്ളതൊക്കെ ഞാനിത് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ കാണിക്കില്ല. ഓ ചേട്ടാ സ്വന്തമായിട്ട് എഴുതിയതല്ലേ? ആണോ? ആ അല്ല, ഇത് വേറൊരാളിനെ കുറിച്ച് എഴുതില്ല. എഴുതിയല്ലേ? ചേട്ടായെ കുറിച്ച് എഴുതിയതല്ലേ? ഓക്കെ. 5 ഇത് എഴുതിയ ആള് സെബാസ്റ്റ്യൻ, പിന്നെ ഇത് കണ്ടോ, പുള്ളിയാണ് ഇത് എഴുതിയത്. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, ശരിയായിട്ട് പഠിക്കണമെങ്കിൽ 5 പുരാണം പഠിക്കണം. 5 എല്ലാ പുരാണവും പഠിക്കണം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കാൻ നടക്കില്ല, കാരണം ഉണ്ട്. കാരണം ഇപ്പം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതോ, ബൈബിള് പുതിയതും പഴയത് പഠിക്കണം. ഹിന്ദു പുരാണം ഒരെണ്ണം പഠിക്കണം, അത് 18 ഉണ്ട്. ഇത്തിരി എങ്കിലും പഠിച്ചാലേ ഒരുവിധം പിടിച്ചു നിൽക്കാം, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരുള്ളൂ. എത്തണമെങ്കിൽ അത്രയും വേണം. ഞാൻ കർശനമായിട്ട് തന്നെ വാദിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സിജു ആണ് ഈ യാത്ര അറേഞ്ച് ചെയ്തതെന്ന്. നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് പുള്ളിയാണ് ഈ യാത്ര അറേഞ്ച് ചെയ്തത്. പുള്ളിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അത്ര ചോറിനുണ്ട് കേട്ടാ, അല്ലെ? അത്ര ചോറിനുണ്ട്. ചേട്ടാ നമുക്ക് എത്ര സമയം എടുക്കും മോളിക്കണം? ഇവിടെ കറോട്ടോ? ഇവിടെ കറോട്ടി എല്ലാം ഏകദേശം ഒന്നോടെ